വന നിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധവുമായി രാഷ്ട്രീയ പാർട്ടികളും കർഷക സംഘടനകളും രംഗത്തുണ്ട്. നിലവിലെ നടപടി വനം വകുപ്പിന് അമിത അധികാരം നൽകുന്നതാണെന്ന് ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ആരോപിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കയറൂരി വിട്ട് ജനങ്ങളെ പീഡിപ്പിക്കുന്നതാണ് നിയമമെന്ന് കോൺഗ്രസും കുറ്റപ്പെടുത്തി. പ്രതികരണങ്ങൾ നോക്കാം. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഏറാൻമൂളികളായി നിൽക്കുന്ന സാമൂഹ്യ വിരുദ്ധരായ കുറേ ആളുകളാണ് വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാർ എന്ന് പറയുന്നത്. ആ താൽക്കാലിക ജീവനക്കാർക്ക് വീട്ടിൽ കയറി പരിശോധിക്കുന്നതിനും വാഹനങ്ങൾ പരിശോധിക്കുന്നതിനും ബാഗുകൾ പരിശോധിക്കുന്നതിനും എല്ലാം ഈ നിയമ ഭേദഗതിയിലൂടെ അധികാരം നൽകിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ വനാതിർത്തികളെ താമസിക്കുന്ന ആളുകളെ സമാധാനപരമായി ജീവിക്കുവാൻ ഈ പറയുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ഈ താൽക്കാലിക ജീവനക്കാരും യാതൊരു കാരണവശാലും അനുവദിക്കുകയില്ല എന്നുള്ള ഒരു ദയനീയമായ സ്ഥിതിയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. ഇപ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ മേൽ റവന്യൂ വകുപ്പും വനം വകുപ്പും കൂടി കൂട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഈ കർഷക ജനസാമാന്യത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബഫർ സോണിൻ്റെയും കാട്ടുമൃഗങ്ങളുടെയും എല്ലാം ഭീഷണി ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ അമിതാധികാരം കൊടുക്കുന്നതിന് വേണ്ടി കേരള ഫോറസ്റ്റ് ആക്ട് 1961 ഭേദഗതി ചെയ്യുന്നത്. ഈ നിയമം വന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് വനത്തിലാരും പ്രവേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, പക്ഷേ വനമേഖലയുടെ പ്രദേശത്ത് എവിടെയെങ്കിലും മനുഷ്യന് താമസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന ഉദ്യോഗസ്ഥന്മാരുടെ അഴിഞ്ഞാട്ടം നടത്താനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. വിവരങ്ങളുമായി ബോബൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും. ബോബൻ, ഈ സമീപ നാളുകളിലുണ്ടായ വന്യമൃഗ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വന നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യം. ഈ നിയമം കർഷകരെ ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് ഇവരുടെയൊക്കെ ആശങ്ക. ഒപ്പം ഈ പ്രതിഷേധം എത്രത്തോളം ശക്തമാണ്? തുടർ നടപടികൾ എങ്ങനെയാണ് ബോബൻ? അശ്വതി, വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെ മലയോര മേഖലകളിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പോലീസിന്റെ അധികാരം നൽകുന്നതാണ് പുതിയ നിയമ ഭേദഗതിയുടെ കരടിൽ പറയുന്നത്. ഈ ഒരു അധികാരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിച്ചാൽ വീടുകളിൽ, കർഷകരുടെ വീടുകളിലും വാഹനങ്ങളിലും ഉൾപ്പെടെ വാറന്റ് ഇല്ലാതെ പരിശോധന നടത്താൻ കഴിയും എന്ന ഒരു വലിയ ആശങ്കയാണ് ഉയരുന്നത്. വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന മേഖലയാണ് ഇടുക്കി ജില്ലയിലെ മലയോര മേഖല. ഇവിടെ പലപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാകാറുണ്ട്. ഈ സംഘർഷത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നതിന് വേണ്ടിയാണ് പുതിയ നിയമ ഭേദഗതി എന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമം കർഷകരെ ചോദ്യം ചെയ്യുന്നതാണ്, കർഷകരോട് ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന ആക്ഷേപമാണ് കർഷക സംഘടനകൾ ഉന്നയിക്കുന്നത്. പ്രധാനമായും വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ജീവഹാനി പോലും സംഭവിക്കുന്ന മേഖലകളാണ് ഇടുക്കിയുടെ മലയോര മേഖലകൾ. ഇത്തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്നത് വലിയ രൂക്ഷമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഒരുപക്ഷെ കർഷകർ കുടിയിറങ്ങേണ്ട ഒരു സാഹചര്യം പോലും ഇതിലൂടെ സംജാതമാകുമെന്നാണ് ഇടുക്കിയിലുള്ള കർഷക സംഘടനകൾ ആരോപിക്കുന്നത്. CPM ഉൾപ്പെടെയുള്ള ഭരണപക്ഷ പാർട്ടികളും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളും ഇതിനോടകം തന്നെ ഈ നിയമത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കർഷക സംഘടനകൾ, ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള കർഷക സംഘടനകളും വലിയ പ്രതിഷേധത്തിനാണ് ഇടുക്കിയിൽ ഒരുങ്ങുന്നത്. അശ്വതി, ശരി, എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാകുമെന്ന് തന്നെയാണ് ബോബനും പങ്കുവെക്കുന്ന വിവരങ്ങൾ.